So guys, welcome back to another vlog. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അത് മാങ്ങ ചിക്കൻ മാംഗോ ആണ് ഇന്നത്തെ റെസിപ്പി. സോ അത് വലിയ രീതിയിൽ നല്ല ഗ്രേവി ആയിട്ടുമല്ല, എന്നിട്ടും ഡ്രൈ ആയല്ല, ഒരു സെമി കണ്ടൻറ്റിലാണ്, ഒരു മസാല രീതിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. സോ അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കണം. ലെറ്റ്സ്. അപ്പോൾ ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ നല്ലോണം കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വയ്ക്കണം. അപ്പോൾ മാരിനേഷന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പച്ചമുളക്, നമ്മുടെ ചെറുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഇഞ്ചി പേസ്റ്റ്, ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് വിനാഗിരി ലേശം ആഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് നമ്മുടെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ തിരുമ്പി മാരിനേറ്റ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ ഇത് റെസ്റ്റിന് വെക്കാം. അപ്പോൾ ഇത് ഇവിടെ റെസ്റ്റിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 1 മണിക്കൂർ നമുക്ക് നീക്കി വെച്ചതിന് ശേഷം, അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഇത് പാൻ വെച്ചു. ഇനിയിപ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ജീരകം, അതുപോലെ തന്നെ പെരുജീരകം, പിന്നെ കടുക്, ഇത് പച്ചമുളക്, പിന്നെ ഇഞ്ചി പൊടിയായി ചതച്ചത്, വെളുത്തുള്ളി, അങ്ങനെ നമ്മുടെ ചെറുള്ളി, ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴാണ് നമുക്ക് അടുത്തതായി ഇതിൽ സബോള ആഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് ചെറുള്ളി ആഡ് ചെയ്തിട്ട് ഈ വക സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ നമ്മുടെ എല്ലാം നല്ലോണം ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സ്ലൈസായി കട്ട് ചെയ്ത് വെച്ച് 2 വലിയ സബോളയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സബോളയൊക്കെ നല്ലോണം വഴണ്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഇത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒരു ക്രിസ്റ്റൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് സബോള വഴണ്ട് വരണം. അപ്പോൾ ഇത് ഇവിടെ നല്ലപോലെ നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റ് നമ്മൾ വേവിച്ചു. അപ്പോൾ അതേ നമ്മുടെ സബോള നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതേ അതൊക്കെ വഴണ്ടു. മസാല ആഡ് ചെയ്യാണ്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതൊക്കെ ഇപ്പം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലായിട്ട് തക്കാളി ആഡ് ചെയ്യാം. അപ്പോൾ തക്കാളി 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. അത് നല്ലോണം സ്ലൈസായി കട്ട് ചെയ്ത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ ചിക്കൻ നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. എന്നാൽ ചെയ്തതിന് ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് ലേശം ചൂടുള്ള വെള്ളം ഒന്ന് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. അധികം ഒഴിക്കാൻ പാടില്ല കേട്ടോ ഇതിന്. എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാണ്. ലേശം ആഡ് ചെയ്തു. ഇതിപ്പോൾ ഇനി മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മാങ്ങ. മാങ്ങ ആഡ് ചെയ്യാണ്. ഈ മാങ്ങ ഈ ചിക്കനോട് കൂടി തന്നെ വേകണം. അപ്പോഴാണ് ആ ചിക്കനിലേക്ക് ഈ മാങ്ങയുടെ ആ ഫ്ലേവർ നല്ല രീതിയിൽ ഇറങ്ങുള്ളൂ കേട്ടോ. സോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടയ്ക്കാതെ ഇങ്ങനെ തന്നെ ഒന്ന് വേവിച്ച് കൊടുക്കാം. അടച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് നമ്മുടെ ചിക്കൻ. അപ്പോൾ നമ്മൾ നല്ലോണം വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ നിന്ന് നല്ലപോലെ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ടാണ് അധികം വെള്ളം ഒഴിക്കാഞ്ഞത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ലേശം കൂടി നമുക്ക് ഈ ഗ്രേവി വറ്റിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് വറ്റട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്നും കൂടി നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറുകിയ പോലെയായി നമ്മുടെ മാംഗോ ചിക്കൻ. അപ്പോൾ നല്ലപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് നമ്മുടെ മല്ലിയില ആഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ മല്ലിയില ആഡ് ചെയ്യുന്നു. അതിനുശേഷം ചെറുള്ളി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പച്ചയ്ക്ക്.
അപ്പോൾ അതും ആഡ് ചെയ്തിട്ട് ഇനി നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണ ഇതിൻ്റെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കേണ്ടതാണ്. അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ നമുക്ക് ഇത് പാത്രം തുറക്കുമ്പോഴായാലും സെർവ് ചെയ്യുമ്പോഴായാലും കിട്ടുള്ളൂ. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മാംഗോ ചിക്കൻ ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ അടച്ച് വെച്ചു. നമ്മുടെ ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ ഇതേ നമ്മൾ ചെറിയ ബണ്ണ് എടുത്തിട്ടുണ്ട്, ചിക്കനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ലേശം ബണ്ണ് പൊട്ടിച്ച് ആ ചിക്കൻ മസാലയിലിട്ട് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇതേ കുറച്ച് ഇറച്ചിയും കൂടി എടുത്ത് കഴിച്ച് നോക്കാം. പറയാന്ന് വെച്ചാൽ ആ ചിക്കനിലെ മാങ്ങയുടെ ഫ്ലേവർ എടുത്ത് കാണിക്കുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. സോ ഹോപ്പ് യു ഗൈസ് ആർ എൻജോയ് ദ ടുഡേസ് വ്ലോഗ് ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് വ്ലോഗ്. ടിൽ ദെൻ